സിന്ധു ജോയി. ഞാൻ തൈക്കൂടം ഇടവക സെൻറ്റ് റാഫേൽ അംഗമാണ്. സെൻറ്റ് റാഫേൽ ഇടവക അംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഡിസംബർ 2-ാം തീയതി. എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നത്. അഞ്ചാമത് ഉടമ്പടി പുതുക്കി. ഞാൻ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് മൂന്ന് പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ലിവറിന് കംപ്ലൈൻ്റ് ആയിരുന്നു. STPTയും STOTയും ഒക്കെ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഡോക്ടർ ഒരു 3 മാസം മരുന്ന് കഴിക്കാൻ പറഞ്ഞ് 3 മാസം മരുന്ന് കഴിച്ചിട്ടും എനിക്കതിൽ നിന്ന് യാതൊരു കുറവും ഉണ്ടായില്ല. അപ്പോൾ ഡോക്ടർ അത് കഴിഞ്ഞ് ചെന്നപ്പോൾ പറഞ്ഞ് ലിവർ ബയോപ്സിക്ക് അഴക്കണം, 1 മാസവും കൂടി മരുന്ന് കഴിച്ചിട്ട് വരണം, ബയോപ്സിക്ക് അഴക്കണമെന്ന് പറഞ്ഞ്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, മാതാവ് നോക്കിക്കോളും എന്നുള്ള ധൈര്യം എനിക്കുണ്ടായി. ഞാൻ വീട്ടിൽ വന്നിട്ട് മക്കളോടൊന്നും പറഞ്ഞില്ല. ആ 1 മാസം ഞാൻ മരുന്ന് കഴിച്ചില്ല. മാതാവിൻ്റെ കാശുരൂപം എൻ്റെ നെഞ്ചിൽ വെച്ച് ഞാൻ 1 മാസം മുഴുവനും വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയോട് ജപമാല എത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 1 മാസം മുഴുവനും ഞാൻ മരുന്ന് കഴിക്കാതെ അങ്ങനെ തന്നെ തുടർന്നു പോയി. 1 മാസം കഴിഞ്ഞ് ടെസ്റ്റിന് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞ് അത് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, 1 മാസം കൂടി മരുന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. 1 മാസവും കൂടി ഞാൻ മരുന്ന് കഴിക്കണോ വേണ്ടേ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്തു, ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ വൈദ്യനെ നീ നിഷേധിക്കരുതും എന്ന്, വൈദ്യനെ നിയോഗിച്ചത് ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കഴിച്ച് ഞാൻ മരുന്ന് 1 മാസവും കൂടി കഴിച്ച് പ്രാർത്ഥന മുടക്കിയില്ല. മാതാവിനോട് നിരന്തരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് സാക്ഷ്യം പറഞ്ഞോളാം, മാതാവേ എൻ്റെ ശരീരത്തിൽ നിന്ന് കരളിൽ നിന്ന് കുത്തിയെടുക്കാനുള്ള ഇട വരുത്തരുതേ, എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല കേട്ടോ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ തൈലം നെഞ്ചിൽ പുരട്ടി മാതാവിൻ്റെ കാശുരൂപം നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുന്നതാണ്, അപ്പോഴാണ് മക്കളറിയുന്നുള്ളൂ. ഞാൻ 1 മാസം കഴിഞ്ഞ 1 മാസം ഞാൻ മരുന്ന് കഴിച്ചില്ലായിരുന്നു, മക്കളോട് ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് 1 മാസം വീണ്ടും മരുന്ന് കഴിച്ച് പ്രാർത്ഥിച്ച് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, ബയോപ്സിക്ക് അഴക്കണ്ട, മരുന്നും എനിക്ക് കഴിക്കണ്ട. തീർത്തും പൂർണ്ണമായിട്ടും എനിക്ക് ആ അസുഖത്തിൽ നിന്നും മാതാവ് വിടുതൽ നൽകി. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകന് 1 മാസം മുമ്പ്, ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നതായിരുന്നു സാക്ഷ്യം പറയാൻ. അപ്പോൾ ഭയങ്കര തിരക്കായത് കാരണം മകൻ്റെ കുഞ്ഞുമക്കൾ കൂടെ ഉണ്ടായിരുന്നു. അത്രയും സമയം അവർക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ഞാൻ പോയി. കഴിഞ്ഞ മാസം മകന് തൈക്കൂടത്ത് വെച്ചൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. കാറും കൂടി കൂട്ടിയിടിച്ച്, മകൻ ബൈക്കിന് പോകുമായിരുന്നു, കാറുമായിട്ട് കൂട്ടിയിടിച്ച് മകൻ അപ്പം തന്നെ വണ്ടിയിൽ നിന്ന് താഴ്ത്ത് വീണ് തല അടിച്ചുകൊണ്ട് മകന് അപ്പം തന്നെ ഓർമ്മ പോയി. അപ്പം ഞങ്ങൾ അവിടെ നിന്നിരുന്ന ആൾക്കാരാണ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞത്. അങ്ങനെ എൻ്റെ മരുമോള് വേഗം അപ്പം തന്നെ സ്ഥലത്തേക്ക് ചെന്ന് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാനും 2 കുഞ്ഞുമക്കളും മാത്രമേ വീട്ടിലുള്ളപ്പോൾ നല്ല മഴയുണ്ടായ സമയമായിരുന്നു. ഞാൻ വേഗം മാതാവിൻ്റെ കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ച്, മാതാവേ എൻ്റെ മകനൊരു കുഴപ്പവും വന്ന് കാണാൻ എനിക്കിടയാക്കരുതും, എനിക്ക് ഹസ്ബൻഡില്ല, മകൻ മാത്രമേ ഉള്ളൂ, എന്നെ നീ സങ്കടപ്പെടുത്തരുതെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ വേഗം ഉപ്പും തൈലവും തേനുമൊക്കെ ആയിട്ട് കുഞ്ഞുമക്കളെയും കൂട്ടി ഹോസ്പിറ്റലിൽ ചെന്ന്. അപ്പോൾ അവന് അത്യാഹിത വിഭാഗത്തിൽ കിടത്തിയേക്കണേണ്. തല അടിച്ചുകൊണ്ട് ഓർമ്മ പോയ കാരണം CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. ഞാൻ മോന് മാതാവിൻ്റെ തൈലം നെറ്റിയിൽ പുരട്ടി കുരിശ് വരച്ചു കൊടുത്ത് ഉപ്പും തേനും ഒക്കെ വായിലിട്ട് കൊടുത്ത് മാതാവിൻ്റെ കാശുരൂപം മുട്ടിച്ച് പ്രാർത്ഥിച്ച്, മാതാവേ എൻ്റെ മോന് സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാകരുതേ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്കാൻ ചെയ്ത് മോനെ പുറത്ത് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, തല അടിച്ചു കൊണ്ടത് കാരണം ബ്ലഡ് വല്ല ഇതായിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പവുമില്ല, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഇത്രയും വലിയ അപകടം നടന്നിട്ടും ഒരു ദിവസം പോലും, ഒരു രാത്രി പോലും എൻ്റെ മോനെ ഹോസ്പിറ്റലിൽ കിടത്താതെ മാതാവ് അന്ന് ഞങ്ങളെ ഡിസ്ചാർജ് ആക്കി. അന്ന് തന്നെ ഞങ്ങൾക്ക് വീട്ടിൽ പോരുവാൻ സാധിച്ചു. അതിന് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ മാതാവിന് അപ്പോൾ തന്നെ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ വണ്ടി ആക്സിഡൻ്റായിട്ട് ഒരു 5-6 മാസത്തോളമായി. പുള്ളിക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും വയ്യാതെ ഓർമ്മയൊക്കെ പോയി ഭയങ്കര ഇതായിട്ട് കിടപ്പിലാണ് ആൾ. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഓർമ്മ കിട്ടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി വീഴാതെയും തലയടിച്ച് കൊള്ളാതെയും നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഒരു ദിവസം പുള്ളി വാക്കറിൽ നടന്നപ്പോൾ തെന്നിപ്പോയി തല അടിച്ച് വീണപ്പോൾ തന്നെ പുള്ളിയുടെ ഓർമ്മ പോയി. നല്ല പനിയും ചുട്ടുപൊള്ളണ പനിയും, ഓർമ്മയില്ലാതെ ഓരോന്നും വിളിച്ചു പറയണം, കാള കയറ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. പുള്ളി ഒരു ഓർമ്മയില്ല, എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. ചേട്ടൻ്റെ മോൻ വേഗം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്
ആൻറ്റി ഒന്ന് വീട് വരെയും വാ, അപ്പച്ചനിങ്ങനെ തീരെ വയ്യ, അപ്പച്ചൻ വീണട്ടെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി പോയിട്ട് 4ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് 2-3 ദിവസമായിട്ടുണ്ടായുള്ളപ്പം ഞാൻ വേഗം മാതാവിൻ്റെ തേനും പരിശുദ്ധ മാതാവിൻ്റെ തേനും ഉപ്പും തൈലമൊക്കെ ആയിട്ട് ഞാൻ ചെന്ന് ആദ്യം തന്നെ ചേട്ടൻ്റെ നെറ്റിയിൽ ഞാൻ കുരിശ് വരച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഉപ്പും തേനും ഒക്കെ വായിലൊഴിച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് പോലും കഴിഞ്ഞില്ല. അതിന് മുമ്പേ ആൾ വേഗം എഴുന്നേറ്റിരുന്ന് ചായ മേടിച്ച് കുടിച്ച് സാധാരണ രീതിയിൽ വർത്തമാനം പറഞ്ഞ് അപ്പം തന്നെ ഓർമ്മ കിട്ടി. പനിയും വിട്ടുപോയി, ഒരു കുഴപ്പവുമില്ല. ഞാൻ 1 മണിക്കൂറോളം ചേട്ടൻ്റെ അടുത്തിരുന്ന് സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു കുഴപ്പമില്ല. മാതാവിൻ്റെ പത്രമൊക്കെ ഞാൻ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. 4ാമതായിട്ട് എൻ്റെ മോൻ്റെ കുഞ്ഞ് 4 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു അന്നവന്. അപ്പോൾ അവനൊരു റബ്ബർ ബാൻഡ് എടുത്ത് അവൻ്റെ മൂക്കിൽ തിരികെ കയറ്റി. മൂക്കിൽ കയറ്റിയിട്ട് അവൻ വേഗം വന്ന് എന്നോട് ചോദിച്ച്, അപ്പാച്ചി എന്നാണ് എന്നെ വിളിക്കണേ, അപ്പാച്ചി മൂക്കിൽ റബ്ബർ ബാൻഡ് പോയാൽ വല്ല കുഴപ്പമുണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കുഴപ്പമുണ്ട്. ആരുടെ മൂക്കിലാണ് റബ്ബർ ബാൻഡ് പോയേ? ഞാൻ മൂക്കിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ റബ്ബർ ബാൻഡ് അങ്ങേ അറ്റം വരെയും കയറിയിരിക്കുവാണ്. എന്ത് ചെയ്യും മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, മോനൊന്ന് ചീറ്റിക്കേന്ന് പറഞ്ഞിട്ട് ചീറ്റിയിട്ടൊന്നും മൂക്കിൽ നിന്ന് വരുന്നില്ല. ഞാൻ മോളെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇവൻ മൂക്കിൽ റബ്ബർ ബാൻഡ് കയറ്റിയിട്ടുണ്ട്, ഇപ്പോൾ എന്താ ചെയ്യണേ? അപ്പോൾ അവൾ ചെറിയൊരു ഈർക്കിലിയുടെ തുമ്പ് ഇങ്ങനെ എടുത്തിട്ട് തോണ്ടി എടുക്കാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ അതിങ്ങനെ കയറി ഉള്ളിലോട്ട് പോകുമല്ലാതെ ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടെ നിൽക്ക്. മാതാവിൻ്റെ തേനെടുത്ത് ഞാൻ വേഗം, തേനല്ല തൈലം എടുത്ത് വേഗം മൂക്കത്ത് ആ റബ്ബർ ബാൻഡ് പോയ ആ മൂക്കിൻ്റെ വശത്ത് കുരിശ് വരച്ചിട്ട് മോനെ ചീറ്റിയെന്ന് പറഞ്ഞ്. കൊച്ചു ഒരൊറ്റ ചീറ്റിയപ്പോൾ തന്നെ ഇങ്ങനെ എടുത്ത് ആരോടും മൂക്കിൽ നിന്ന് എടുത്തെറിഞ്ഞ പോലെ റബ്ബർ ബാൻഡ് പെട്ടെന്ന് ഇങ്ങനെ അത് കക്കിപ്പോകുന്നു. അതിങ്ങനെ പിരിച്ച് വലിയ റബ്ബർ ബാൻഡാണ്. കൊച്ച് ചുരുട്ടി എടുത്തിട്ട് അത് മൂക്കിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റിയേക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് എനിക്ക് പ്രത്യേകമായിട്ട് വലിയ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് ഈശോയോടും മാതാവിനോടും കൂടെ ചേർന്ന് നിന്ന് ആത്മീയ ജീവിതത്തിന് വേണ്ടി ഞാൻ ഈ കൃപാസനത്തിൽ വന്നു കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് വിശ്വാസപ്രമാണമൊക്കെ ഞാൻ എപ്പോഴും ചൊല്ലും, പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ വിശ്വാസപ്രമാണം ചെല്ലണം എന്നൊക്കെ ഞാൻ പഠിച്ചത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ്. ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഉടമ്പടി എടുക്കുന്നുമ്പോഴുള്ള ധ്യാനങ്ങളെല്ലാം ഞാൻ വെച്ച് ഞാൻ ആ ധ്യാനങ്ങളൊക്കെ ശ്രദ്ധാപൂർവം അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും ഞാൻ കേൾക്കും, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. എന്ത് ഞാൻ പ്രാർത്ഥിച്ചാലും ആരുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചാലും അവർ എന്നെ കാണുമ്പോൾ പിറ്റേ ദിവസം പറയും, സിന്ധു ആ തൈലം പുരട്ടിയിട്ട് എനിക്ക് നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ, നല്ലോണം കുറവുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് 2 ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ മുറിവ് എന്ത് ചെയ്താൽ പൊറുക്കണില്ല. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെല്ലും, പ്രാർത്ഥിക്കും, ബൈബിൾ വായിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇന്നലെ ഞാൻ ചെന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയണ്, സിന്ധു ആ തൈലം പുരട്ടി കാരണം എൻ്റെ ആ മുറിവെല്ലാം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ സിന്ധു, അവർക്ക് ഷുഗറുള്ളതാണ്, ആ മുറിവെല്ലാം ഉണങ്ങിപ്പോയി സിന്ധു, നല്ല ആശ്വാസമുണ്ട് എനിക്കെന്ന് പറയും. ആരോട് മാതാവിനെ പറ്റി ഞാൻ പറഞ്ഞാലും എനിക്കപ്പോൾ എൻ്റെ മേല് കുളുന്ന് കയറും. മാതാവ് അത്ര അനുഗ്രഹമാണ്. ആരോട് പറഞ്ഞാലും അവർ പറയും, സിന്ധു വന്ന് പ്രാർത്ഥിച്ചിട്ട് നല്ല ആശ്വാസമുണ്ട് എനിക്ക് എന്ന് പറയും. അതുപോലെ തന്നെ എൻ്റെ മകളുടെ മൂത്ത കുഞ്ഞിന് 10 വയസ്സുണ്ട്, അവന് വയറുവേദന വിട്ടു മാറണില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വയറ്റത്ത് തൈലം പുരട്ടിയിട്ട് ഞാൻ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ വയറ്റിലാണ് ഞാൻ പുരട്ടണത്, അവന് ഈ വയറുവേദന പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കണേ. സ്കാൻ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, വീണ്ടും അവന് വയറുവേദന, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അത് കുഞ്ഞിന് പൂർണ്ണമായിട്ട് മാതാവ് മാറ്റിക്കൊടുത്ത് ഇന്ന് വരെയും കുഞ്ഞിന് പിന്നെ വയറുവേദന വന്നിട്ടില്ല. എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ മിക്ക ഞായറാഴ്ചകളിലും പൊതിഞ്ഞ് കൊടുക്കും. ഇല്ലാത്തവർക്ക്, ഭക്ഷണം കിട്ടാത്തവർക്ക് അങ്ങനെ പൊതിച്ചോറ് കൊടുക്കും. പിന്നെ എനിക്ക് അറിയാൻ പാടില്ലാത്തവർക്ക്, പരിചയമില്ലാത്തവർക്കാണ് കൂടുതലും ഞാൻ സഹായം ചെയ്യണത്. മരുന്നിന് പൈസ, അങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് 2-3 കെട്ട് പത്രം വാങ്ങി കൊണ്ടുപോകും, എല്ലാവർക്കും കൊടുക്കും, പള്ളികളിലും വീടുകളിലും എല്ലാം കൊടുക്കും, മാതാവിനെ പറ്റി പറയും. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രാവശ്യം എനിക്ക് ജപമാല എത്തിക്കുവാനും ബൈബിൾ വായിക്കുവാനും 1/2 മണിക്കൂറൊന്നുമല്ല ബൈബിൾ വായിക്കണത്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വേറെ പരിപാടികൾ, TV കാണലോ ഫോണിൽ വേറെ പരിപാടികൾ വെച്ച് കാണലോ അങ്ങനെയൊന്നുമില്ല. അച്ഛൻ്റെ ധ്യാനം കേൾക്കും, കൂടുതൽ സമയം ധ്യാനം കേൾക്കും, സാക്ഷ്യം കാണും, അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. ബൈബിൾ വായിക്കും, കിട്ടുന്ന സമയങ്ങളിലൊക്കെ ബൈബിൾ വായിക്കും.
നിരന്തരമായിട്ട് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. രാത്രി ഉറക്കത്തിൽ പോലും ഞാൻ വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ മറിയം ഇതാണ് എൻ്റെ വായിൽ തന്നെ. ഞാൻ അറിയാതെ തന്നെ അങ്ങനെ എനിക്ക് വന്നു പോവുകയാണ്. ഉറക്കത്തിൽ കിടന്ന് ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലും, ജപമാല എത്തിച്ചുകൊണ്ടിരിക്കും, നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ടിരിക്കും. ഇതൊക്കെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളർച്ച. ദൈവം വലിയ അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. വിശ്വാസത്തിലുള്ള പ്രാർത്ഥന രോഗിയെ